ഹായ് ഗായ്സ്, ഇപ്പോൾ തന്നെ ഇന്നൊരു ചാനൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അമ്മമ്മയുടെ ഫോണിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം അമ്മയുടെ ഫോണിൽ വേറെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എൻ്റെ ചാനൽസ് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾ അറിയാതെ വേറൊരു ചാനൽ കൂടെ ചെയ്തു കേട്ടോ. വേറെ 2 ചാനൽ. ഇതാണ് ലാസ്റ്റ് കാണിച്ച ചാനൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്തോ? അത് കഴിഞ്ഞിട്ട് കുറേ ചാനൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ അവിടെ നിന്നാണെന്നല്ലേ, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ കുറേ. ഇതാണ് ഞാൻ ഇന്നലെ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇത് ഞാൻ കളർ പൊടിയാണ് ആക്കിയതാ. ഞാൻ വാക്സ് മേക്കിംഗ് ആയിട്ട് കുറേ സംഭവങ്ങളായിട്ട് പോയപ്പോഴത്തേക്ക് ഈ കളർ പൊടി വാങ്ങിച്ചു. അതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ഇതാ ഈ ക്യാൻഡിൽ മേക്കിംഗ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്യാൻഡിലാണ് കേട്ടോ, അതുകൊണ്ടാണ് പൂർത്തിയാവാത്തത്. നല്ലപോലെ കത്തും പക്ഷേ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്ലേ കാണിച്ചു തരാം. ഇത് എയർ ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് എയർ ഡ്രൈ അല്ലെന്നാണ് തോന്നുന്നത്. ഇത് ആണോ അല്ലേ അറിഞ്ഞൂടാ. ഓക്കെ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. എൻ്റെ ലാമ്പാണ് കേട്ടോ ഗൈസ്. ഇവിടെ ലൈറ്റ് എത്തും ഇന്ന് ഉണ്ടാക്കുമ്പോൾ. ഇതാ ഇവിടെയും ഉണ്ടോ, ഇവിടെയും ഇവിടെ ലൈറ്റ് എത്തും. ഓഫ് ചെയ്യാം. ഇനി ഇവിടെ മാത്രമായിട്ട് ലൈറ്റ് എത്തും കേട്ടോ. ഇതാണ് എൻ്റെ ലാമ്പ്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഉണ്ടാക്കിയ ഇത്തിരി വാക്സ് സ്റ്റാമ്പ് അയച്ചു വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ വാക്സ് സ്റ്റാമ്പും എല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വയ്ക്കാം. വാക്സ് സ്റ്റാമ്പൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് ഇപ്പോൾ വാക്സ് സ്റ്റാമ്പ്. ഇത് ഫുള്ള് വാക്സാണ്. ഇത് സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന സ്പൂണ്, ക്യാൻഡിലുണ്ട്, പിന്നെ 2 മാറ്റാനുള്ള സാധനം, 3 മാറ്റാനുള്ള സാധനമുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് വരും. ഇവിടെ ഉണ്ട്, ഇതുണ്ട്. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ വാക്സ് സ്റ്റീലർ. പിന്നെ ഞാനൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിവില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊരു ജേർണൽ ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ഞാൻ ജേർണൽ ഏത് തീമിൽ ചെയ്യാമെന്ന് വരുമ്പോൾ നോക്കാം. എൻ്റെ പിങ്കാണ് കേട്ടോ വന്നേക്കുന്ന കളറിൻ്റെ പേജ്. അപ്പോൾ നമുക്കൊരു പിങ്ക് തീമിൽ തന്നെ ചെയ്തേക്കാം. എന്താ, ഞാൻ കളേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യുക. ചീത്തയായ ബ്രഷോ എന്തെങ്കിലും. ഞാൻ അവിടെ ചീത്തയായ ബ്രഷാട്ടോ യൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അടിക്കുക. ഫസ്റ്റ് ടൈമാണ് ജേർണൽ വീഡിയോ ഇടുക ഞാൻ. ഈ സൈഡിലായിട്ട് മാത്രം തൂക്കി കൊടുക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫുൾ ആവത്തില്ലെന്ന് ചോദിച്ചാൽ ആവും ഗൈസ്. നമ്മൾ അതിനെ തുടച്ച് കളഞ്ഞേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് തുടച്ചോളൂ. ബസ് ഇപ്പുറത്തെ സൈഡ് നല്ലോരൊന്ന് ആക്കിയിട്ടുണ്ട്. നല്ല രസമില്ലേ? പിങ്കാണ് ഗൈസ്. നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് തുടച്ചെടുക്കാം. പ്രത്യേക തുണിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതേ ഗൈസ്, ഞാൻ പ്രത്യേക തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. എൻ്റെ അകത്തുള്ള പൊടി ഫുള്ള് പോട്ടെ. എൻ്റെ ബുക്ക് ബാക്ക് ഫുള്ള് ഉണ്ടോ? അപ്പം അതിനും കൂടെ ഒരു മേക്ക് ഓവർ ചെയ്യണം ഗൈസ് ജേർണലിങ്ങിന്. എന്താ
ഇത് ഫുള്ളായി. നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ എടുക്കാം. എൻ്റെ പാപ്പിളും ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് വരുന്നുള്ളൂ. ഫ്ലവേഴ്സിൻ്റെ പിങ്കൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കർ, വിൻഡോയുടെ സ്റ്റിക്കർ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കാണ്. അയ്യോ, ഗൈസ് എൻ്റെ സിസേഴ്സ് കാണാനില്ല ഗൈസ്. നമുക്ക് ഇതെടുക്കാം. ഇതെടുക്കാം. ഇത് വരുന്നില്ല ഗൈസ്. അങ്ങനത്തെ ഒരു സാധനം പറയപ്പോയി ഗൈസ്. പാർഷ്യലി വരുന്നത് ഈ ബ്ലൂ കളറിലാണ് കേട്ടോ. ബ്ലൂ കളറിലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പാടുണ്ട്. പിങ്ക് ടീമൊക്കെ ഇപ്പോൾ പാപ്പിൾ ടീം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പാപ്പിൾ കളറിൻ്റെ ഇത് വേണ്ടേ. ബ്ലൂ ചെയ്യണമെങ്കിൽ ഇത് മതി, പക്ഷെ വേറെ വല്ല ടീമും ചെയ്യുകയാണെങ്കിൽ വേറെയൊക്കെ വേണ്ടേ ഗൈസ്. അപ്പോൾ എൻ്റെ മിക്കവാറും ഉള്ള കളർ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സിൽ ഇതൊക്കെയാണ് ഗൈസിൻ്റെ കുലുങ്ങുന്നു. സ്റ്റിക്കേഴ്സാണ് കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ്. ഇത് ഗേൾസിൻ്റെ ഗേൾ സ്റ്റിക്കേഴ്സാണ്. എന്നാലും അപ്പം ഇത് പിങ്ക് അല്ലേ, ഇപ്പം പിങ്ക് തന്നെ ഇങ്ങോട്ട് എടുത്തേക്കാം. പിങ്കിന് ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ പിങ്ക്. ഇതാണ് ഇപ്പം നിർത്തുന്നത്. അടുക്കോട്ട് അങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട് മഹാലക്ഷ്മി. നമുക്ക് പാപ്പിൾ എടുക്കാം. നേരത്തേക്ക് ഞാൻ പാപ്പിളാണ് ഒട്ടിച്ചേ. എൻ്റെ പാപ്പിളല്ലേ ഉള്ളൂ, പാപ്പിളില്ലേ. ഈ സൈഡിലോട്ടൊക്കെ വന്നേക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ആക്കി മറയ്ക്കാം. ഓക്കെ ഗൈസ്, കുറേ കളേഴ്സ് ഇങ്ങനെ വാരി ഒട്ടിക്കാം. ഞാനൊക്കെ ചോദിക്കും, അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും സ്റ്റിക്കർ തീർന്നു പോയില്ലേ. ഞാൻ വേറെ സ്റ്റിക്കർ വാങ്ങും ഗൈസ്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കേഴ്സ്. എനിക്കിപ്പോൾ പേടിയാണ് യൂസ് ചെയ്യുമ്പോൾ, ബട്ട് കുഴപ്പമില്ല. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറെ വാങ്ങാമല്ലോ. വേറെ കുറേ സ്റ്റിക്കർ സെറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്ര സ്റ്റിക്കേഴ്സേ ഉള്ളൂ ഗൈസ് എൻ്റെ. പിന്നെ ഇത് വെച്ച് എന്തൊക്കെ കോപ്പറാൻ കാണിക്കുന്നത് കാണാം. ഇതോടെ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. റൈറ്റിംഗ് പെണ്ണിൻ്റെ ഫ്രോക്കിൽ കൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. പാപ്പിൾ എങ്ങനെയുണ്ട്? ഇവിടെ നമുക്ക് എന്തെങ്കിലും എഴുതാം, അല്ലെങ്കിൽ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചു കൊടുക്കാം.
ഈ ജേണലെന്നൊക്കെ പറയുമ്പോൾ എഴുതുന്നതാണ്, പക്ഷെ ഞാൻ സ്റ്റിക്കർ മാത്രം ഒട്ടിക്കും കേട്ടോ. എനിക്ക് എഴുതാനൊക്കെ നല്ല മടിയുള്ള ആളാണ്. അപ്പം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും എടുക്കാം. ദി വേൾഡ് ഹാസ് ഗിഫ്റ്റ് മൈ സോൾ വിത്ത് സ്പെയിൻ. അപ്പം ഞാനതാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതെല്ലാം സ്റ്റിക്കറാണ്. പിന്നെ നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേണൽ സപ്ലൈസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. തിരിച്ചെടുത്ത് വെക്കട്ടെ. അപ്പം ഞാൻ ഇപ്പുറത്ത് ചെയ്തു. ഇനി അടുത്ത സ്റ്റിക്കേഴ്സ് വീണ്ടും ഒരു പെൺകുട്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് തീരൂല ഗൈസ്, എൻ്റെ കുറേ ഉണ്ട്. വന്നേക്കും 2 സെറ്റ് ആയിട്ടാണ് കേട്ടോ. തറയിൽ ഒരു ഫ്ലവർ റോസ് ഹാർട്ടിൽ നിൽക്കുന്നതായിട്ട് ഒരു കൊടുക്കണം. ഇനി അടിയിൽ വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. അടിയിലായിട്ട് ഒരു ജേണൽ സപ്ലൈസും വെച്ചിട്ടില്ല. നമുക്കിനി അത് വെച്ച് നിങ്ങൾ ചോദിക്കും ഇത് മാത്രമേ ഉള്ളൂ ജേണൽ സപ്ലൈസ് ആയിട്ട്, വേറൊരു കൊണ്ടും ഇല്ലേ? ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ജേണൽ സപ്ലൈസിൻ്റെ കുറേ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ മണ്ടയിലോട്ട് കൊടുത്തിട്ട് കുറേ പാറ്റേൺ ഡ്രസ്സ്. 300 എത്ര രൂപയാണ്. പക്ഷേ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. പിശിക്കണ ഞാനാണ്. എനിക്കപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് എടുക്കല്ലേ? വേണ്ട, വേണം. ഇങ്ങനെ വയ്ക്കും. സെറ്റ് ഗമ്മ തേക്കാൻ പോണേ. നിങ്ങൾക്ക് ഡാൻസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിയിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. പിന്നെ എന്തോന്നാണ് വേറെ ഡാൻസ് വീഡിയോ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡാൻസ് വീഡിയോ ആണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് വരാൻ പറ്റില്ല, കാരണം ഇതാണ് ഇത് തക്കാളിപ്പനിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഇന്നിവിടെ കാണാമായിരുന്നു. അപ്പോൾ അതാ എൻ്റെ ചാനൽ തീർന്നു കേട്ടോ. ഇത്ര ചാനൽ ചെയ്തു. ഇനി തിരിച്ചെടുത്ത് വയ്ക്കാം.
അപ്പോൾ ഗൈസ് എൻ്റെ ചാനലിലാണ് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത എൻ്റെ ഒരു ഡെസ്ക് മേക്കർ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. അതുവരെ ബൈ.